ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗം BNSൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ഭാഗം ഒഫൻസസ് എഗനിസ്റ്റ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു പോർഷനാണ്. കുറച്ചേറെ സെക്ഷൻസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്, ശിക്ഷകൾ പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, പരീക്ഷയ്ക്ക് 1-2 ചോദ്യം വരെ ഈ ഭാഗത്തുനിന്ന് സ്ഥിരമായി ചോദിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് പൊതുവേ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചു വരുന്നത്. അപ്പം പൊതുവേ നമുക്ക് റാഗിഫൈലോ മറ്റ് ക്ലാസ്സുകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് മിക്ക ക്ലാസ്സുകളിലുമൊക്കെ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് ആ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പറയാറില്ല. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കൊലപാതകമുണ്ട്, കുറ്റകരമായ നരഹത്യയുണ്ട്. ഇതിൻ്റെ തന്നെ രണ്ടിൻ്റെയും വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. 100 കൾപ്പബിൾ ഹോമിസൈഡാണ്, 105 അതിൻ്റെ ശിക്ഷയാണ്, 101 മർഡറാണ്, മറ്റേ അതിൻ്റെ ശിക്ഷയാണ്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് എന്താണ് മർഡർ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉദാഹരണങ്ങളും ഇസഡിനെ ഇന്നത് ചെയ്തു, ഇസഡ് എനെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരുമ്പോൾ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അതിന് നമുക്കൊരു ബേസ് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നത്തെ പോർഷൻ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ബേസ് ഇല്ലാതെ അതിനകത്തോട്ട് കയറി ചെന്നാൽ നമ്മൾ പന്തം കണ്ട പെരിച്ചാഴിനെ പോലെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ, ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യത്തെ ഭാഗത്ത് എന്താണ് ലൈംഗിക പീഡനം, അതേപോലെ തന്നെ റേപ്പ് എന്താണ്, ലൈംഗിക വേഴ്ച എന്താണ്, ലൈംഗിക പ്രവൃത്തി എന്താണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ പോർഷനിലോട്ട് കിടന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യയും കൊലപാതകവും. ഈ 2 സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു പോർഷൻ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നരഹത്യ അല്ലെങ്കിൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് പേര് കേൾക്കുമ്പോഴേ നരഹത്യ എന്ന് പറഞ്ഞാൽ, നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ, ഹത്യ എന്ന് പറഞ്ഞാൽ കൊല്ലുക, മനുഷ്യനെ കൊല്ലുക, ഒരാളെ കൊല്ലുക. അതേപോലെ തന്നെ കൊലപാതകം എന്താണ്? കൊലപാതകം എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലുക. 2 സെയിമാണ്. പിന്നെ എന്തിനാണ് രണ്ടും രണ്ടാക്കിയിട്ടിരിക്കുന്നത്? അതാണ് ആദ്യമായിട്ട് സംശയം. നമ്മളിപ്പം ഈ ഒരു കൾപ്പബിൾ ഹോമിസൈഡിൻ്റെയും മർഡറിൻ്റെയും ഡെഫിനിഷൻ എടുത്ത് വായിച്ച് നോക്കിയാൽ രണ്ടും ഒരേ പ്രവൃത്തി തന്നെയാണ്. ഒരാൾ അറിഞ്ഞുകൊണ്ട് വേറൊരാളെ കൊല്ലുന്നു. ഒരാൾ മറ്റേതെടുത്ത് വായിച്ചാലും അത് തന്നെ, ഒരാൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ കൊല്ലുന്നു. പിന്നെ എന്തിനാണ് 100, 101 2 സെക്ഷനുകൾ? ഒരെണ്ണത്തിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്നും ഒരെണ്ണത്തിൽ മർഡർ എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ശരിക്കും പറഞ്ഞാൽ 2 അല്ല 3 തിരിച്ചിട്ടുണ്ട് മർഡറിനെ തന്നെ. ഒരു മർഡർ എന്ന് ഉദ്ദേശിച്ചാൽ ഒരാളെ വേറൊരാൾ കൊല്ലുമ്പം അത് 3 രീതിയിലാണ് വരുന്നത്. ഒന്നെങ്കിൽ കുറ്റകരമായ നരഹത്യ, അത് തന്നെ 2 വരുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടുള്ള കുറ്റകരമായ നരഹത്യ, അറിയാതെയുള്ള കുറ്റകരമായ നരഹത്യ, പിന്നെ വരുന്നത് കൊലപാതകം. ഇങ്ങനെ 3 വരുന്നുണ്ട്. അപ്പം എന്തിനാണിങ്ങനെ 3 അല്ലെങ്കിൽ 2 ഇത് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത്? ഒറ്റ സെക്ഷനാക്കിയാൽ പോരെ, ഒരാളെ കൊല്ലുന്നത് ഒരു സെക്ഷനാക്കിയാൽ പോരെ എന്നൊരു സംശയം തോന്നാം. അപ്പോൾ അതിനുള്ള ഡെഫിനിഷനായിട്ട് നമുക്ക് 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഉദാഹരണം ഓർക്കുക. കുറേ കൂട്ടുകാർ, ഒരു 5 ഫ്രണ്ട്സ് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കുളിക്കാനായിട്ട് പോകുന്നു. ആഴമുള്ള എന്തെങ്കിലും തടാകമോ എവിടെയെങ്കിലും കുളിക്കാനായിട്ട് പോകുന്നു. പോയി കഴിയുമ്പോൾ 4 പേർക്ക് നീന്തൽ അറിയാം. അവർ 4 പേര് നീന്തുന്നു. ഒരാൾ കരയിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചുമൊക്കെ ഇതൊക്കെ കണ്ട് രസിച്ച് അയാൾ നിൽക്കുന്നു. കാരണം അയാൾക്ക് നീന്തൽ അറിയത്തില്ല, ആഴമുള്ള സ്ഥലമായതുകൊണ്ട് അയാൾ ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ തോട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് തോന്നുവാണ് ഇയാളെ ഒന്ന് വെള്ളത്തിലോട്ട് തള്ളിയിട്ട് ഇച്ചിരി വെള്ളം കുടിപ്പിച്ചിട്ട് പിടിച്ച് കയറ്റാം. ഒരു തമാശ, കൂട്ടുകാർ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. ഒരാളെ ഒന്ന് തള്ളിയിട്ട് അയാളെ നീന്തൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അയാളെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് തള്ളിയിട്ട് ഒന്ന് മുങ്ങിക്കഴിയുമ്പം പിടിച്ച് കയറ്റുക. അപ്പോൾ ആ ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുന്നു? കാണാതെ ഇയാളറിയാതെ പുറകിൽ നിന്ന് പോയിട്ട് ഇയാളെ തള്ളി വെള്ളത്തിലോട്ടിടുന്നു. വെള്ളത്തിലോട്ടിട്ട് പിടിക്കാനുള്ള പുള്ളിയുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നു. ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല. ഇയാൾ വെള്ളത്തിലോട്ട് താഴ്ന്നു പോകുന്നു. അങ്ങനെ അയാൾ മരണപ്പെടുന്നു.
അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ എന്താണ് ഉണ്ടായത്? ഒരു തമാശയ്ക്ക് ചെയ്ത പ്രവൃത്തി അവിടെ ഒരു ഒരാളുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നു. രണ്ടാമത് പറയാം, രണ്ട് കൂട്ടുകാർ, ഉറ്റ കൂട്ടുകാരാണ്, അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഇവർ ഈ രണ്ട് ഫ്രണ്ട്സ് അല്ലാതെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഇവർക്കുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയോ മറ്റു കാര്യങ്ങളോ എന്താ ചെയ്തപ്പോഴത്തേന് ഒരാളെ കളിയാക്കിക്കൊണ്ട് മറ്റൊരാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കളിയാക്കി ബാക്കി എല്ലാവരും ചിരിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റേ ആൾക്കത് ഭയങ്കരമായിട്ടും അങ്ങ് ഫീലായി. ഭയങ്കര ഒരു വൈരാഗ്യം മനസ്സിലോട്ട് വന്നു. ഉറ്റ സുഹൃത്താണെങ്കിലും അവൻ എന്നെക്കുറിച്ച് അത് പറഞ്ഞല്ലോ എന്നുള്ള ഒരു വൈരാഗ്യം വന്നു. അതവൻ പിന്നീട് ചിന്തിച്ച് അത് മറ്റവനെ കൊന്നാലേ ആ പ്രശ്നം പരിഹാരമാകൂ, എനിക്ക് സമാധാനം കിട്ടൂ എന്നുള്ള ഒരു രീതിയിൽ അയാളുടെ മനസ്സിലോട്ട് വരുന്നു. സ്വന്തം സുഹൃത്തിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. അതിന് പ്ലാൻ ചെയ്യുന്നു. ആരും ഇല്ലാത്ത സമയം നോക്കുന്നു. ഇയാളെ കൊല്ലുന്നു. വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുന്നു. അതിനുശേഷം പാർട്സ് എല്ലാം അരിഞ്ഞരിഞ്ഞ് വേറെ പീസാക്കി ഓരോ സ്ഥലത്ത് കൊണ്ടി കളയുന്നു. തെളിവ് നശിപ്പിക്കാനായിട്ട് മുളക് പൊടിയും മറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നു. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കൊലപാതകം നടത്തുന്നു. ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു വൈരാഗ്യം മൂലം ചെയ്തതാണ്. വൈരാഗ്യം മൂലം പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ് രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത് പറയാം. മൂന്നാമത്തെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇപ്പം ഓർക്കുക, ഒരു വീട്ടിൽ ഒരു അച്ഛനും മകളുമുണ്ട്. അദ്ദേഹത്തിന് ഒരു 18 വയസ്സൊന്നും ആകാത്ത ഒരു ചെറിയ കൊച്ച്, ഒരു 12 വയസ്സോ വല്ല ഉള്ളൊരു കൊച്ച് ഉണ്ടെന്ന് ഓർക്കുക, പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടീനെ വീട്ടിലാക്കിയിട്ട് ഈ അച്ഛൻ എന്താണ് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇയാൾ കാണുന്നത് ഈ ഒരു കുട്ടീനെ വേറെ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നു. വളരെ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്യുന്നൊരു സീനാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സീനാണ് വീട് തുറന്ന് അകത്ത് കയറി വരുന്ന ഈ അച്ഛൻ കാണുന്നത്. ഈ ഒരു സംഭവം കാണുമ്പോഴത്തേന് അച്ഛൻ്റെ കൺട്രോൾ പോവുകയും അവിടെ കിടന്ന എന്തെങ്കിലും സാധനം എടുത്ത് അടിച്ച് അല്ലെങ്കിൽ കുത്തി ഈ ബലാത്സംഗം ചെയ്തയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം മൂലമാണ് ഇവിടെ ഒരാളെ കൊന്നിരിക്കുന്നത്. മൂന്നിലും ഒരു മരണം നടന്നിട്ടുണ്ട്, അല്ലേ? കോമൺ ആയിട്ടൊരു മരണം നടന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കി. ഒരുത്തൻ കൂട്ടുകൂടിയപ്പം തമാശയ്ക്ക് ചെയ്തു, ഒരുത്തൻ കൃത്യമായി പ്ലാൻ ചെയ്തു, മൂന്നാമത്തവൻ പെട്ടെന്ന് നമുക്കറിയാലോ ഒരു സാഹചര്യം കൊണ്ട് നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കൺട്രോള് പോകുന്ന ഒരു അവസരം, അല്ലേ? ആത്മനിയന്ത്രണം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്തതാണ് മൂന്നാമത്തത്. അപ്പം മൂന്നിനും ഒരു ശിക്ഷ നൽകിയാൽ മതിയോ? പോരല്ലേ? ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഒരു അച്ഛൻ ചെയ്തത് ഒരിക്കലും അയാളെ ഒരു ശിക്ഷിക്കുക പോലും ചെയ്യില്ലെന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഒരു കൊലപാതകം നടന്നതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ജനറൽ എക്സെപ്ഷനിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അയാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ശിക്ഷ കൊടുത്താൽ മതിയോ? പോരാ. അപ്പം ഏറ്റവും ഈ ഒരു പ്രവൃത്തി ചെയ്തവന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം, അല്ലേ? ബാക്കി രണ്ടു പേർക്കും അത്രയും ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ഒരാൾ തമാശയ്ക്കും ഒരാൾ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ മർഡർ അല്ലെങ്കിൽ കൊലപാതകത്തിനൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഓർക്കുക, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് നരഹത്യയാണ്. നരഹത്യ അല്ലെങ്കിൽ ഹോമിസൈഡ് എന്നതിനെ പറയും. ഹോമിസൈഡ്, ഓക്കെ, ഹോമിസൈഡ്, നരഹത്യ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നരഹത്യ. അതെത്ര രീതിയിലാകാം? ഒന്ന്, ഇപ്പോൾ ആദ്യത്തത് പറഞ്ഞു, ഇവിടെ ഈ തമാശയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ മറ്റേ ആൾ മരിക്കണമെന്ന് ഒരു ഉദ്ദേശവും ഇല്ല. അവിടെ അവൻ്റെ കൂട്ടുകാരനെ തള്ളിയിടുമ്പോൾ അവൻ മരിക്കണം, അല്ലെ അവനെ കൊല്ലണമെന്ന് ഒരു ഉദ്ദേശവും ഇല്ലാതെ ഉള്ളൊരു പ്രവൃത്തിയാണ് ഒന്നാമത്തെ കേസിൽ നടന്നത്. ഇനി മൂന്നാമത്തെ കേസിലാണെങ്കിലോ, മൂന്നാമത്തെ കേസിൽ സാഹചര്യം കൊണ്ട് നടന്നുപോയി, പക്ഷേ കൊല്ലണമെന്ന് ഓർത്ത് തന്നെ കൊന്നതാണ്. എൻ്റെ മകളെ പീഡിപ്പിച്ചവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു സാഹചര്യവും ഇല്ല, അവൻ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു നരഹത്യയാണ് അവിടെ നടന്നത്. അപ്പം 3 രീതിയിലാണ് നരഹത്യ വരുന്നത്. ഒന്ന്, ഒരു ഉദ്ദേശവും ഇല്ലാത്ത നരഹത്യ, അതൊരു കുറ്റകരമായ നരഹത്യയാണ്. ഇതിനെ കുറ്റകരമായ നരഹത്യ, അല്ലെ മനഃപൂർവ്വമല്ലാത്ത കുറ്റകരമായ നരഹത്യ. രണ്ടാമത്, ഈ പ്രകോപനം കൊണ്ട് അച്ഛൻ ചെയ്തതും നരഹത്യ തന്നെയാണ്, കുറ്റകരമായ നരഹത്യയാണ് ഇതും. ഇത് രണ്ടും നരഹത്യയാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഈ പറഞ്ഞ പോലെ ഒരു ഒരു കൊല്ലുന്നതിനൊരു കാരണമുണ്ട്. മറ്റതിനകത്ത് അറിയാതെ പറ്റിയത്, ഇതിനകത്ത് കൊന്നതിനൊരു കാരണമുണ്ട്, കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്, ഒരു പ്രകോപനം പോലെ ഒരു കാരണമുണ്ട്. മൂന്നാമത് പ്ലാൻ ചെയ്തതാണ്. അതിനെ നമ്മൾ നരഹത്യ എന്നല്ല പറയുന്നത്,
കൊലപാതകം എന്നാണ്. മനസ്സിലായോ? വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് ചെയ്ത് ഏറ്റവും ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു നരഹത്യനെയാണ് കൊലപാതകം എന്ന് പറയുന്നത്. ബാക്കി ഇത് കുറ്റകരമായ നരഹത്യ, ഇതും കുറ്റകരമായ നരഹത്യ, രണ്ടും സെയിമാണ്. ഇത് രണ്ടും കുറ്റകരമായ നരഹത്യയാണ്, ഇത് കൊലപാതകമാണ്. ഇതിന് മൂന്നിനും 3 രീതിയിൽ തന്നെയാണ് ശിക്ഷ വരുന്നത്. ഒന്ന്, ഇയാൾ അറിയാത്തതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ വളരെ കുറവെന്ന് വെച്ചാൽ ഉള്ളത് ഏറ്റവും കുറവ് ഇതിനകത്താണ്. കാരണം അയാൾ കൊല്ലണമെന്നൊരു ഉദ്ദേശമില്ല. ഇതിനകത്ത് കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ മൂലം ചെയ്തു പോയതാണ്, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ. അതുകൊണ്ട് ഒന്നിനേക്കാളും കുറച്ചുകൂടെ ശിക്ഷ കൂടുതൽ 2ന് കിട്ടും. 3 ഏറ്റവും ഫൈനലാണ്, മാക്സിമം ശിക്ഷ വധശിക്ഷ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രണ്ടായിട്ട് ഇതിനെ ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഒന്നായിട്ട് തന്നെയാണ്. പക്ഷേ അതിന് 2 ശിക്ഷ വരുന്നുണ്ട്. ഈ കൊലപാതകം എന്ന് പറഞ്ഞത് വേറൊരു ക്ലാസിഫിക്കേഷനായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ആ ഒരു സംഭവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിടികിട്ടിയല്ലോ. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ പോർഷൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം നോക്കിക്കേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നരഹത്യയാണ്. ഒന്നെങ്കിൽ കുറ്റകരമായ നരഹത്യ അല്ലെങ്കിൽ കൊലപാതകം എന്ന് അതിനെ വിളിക്കും. അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നരഹത്യയാണ്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് കൊലപാതകം ആകണമെന്നില്ല. ഏറ്റവും ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശിക്ഷ അർഹിക്കുന്നതായിട്ടുള്ള നരഹത്യ മാത്രമേ കൊലപാതകമായി മാറുന്നുള്ളൂ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നരഹത്യയാണ്, പക്ഷേ എല്ലാ നരഹത്യയും കൊലപാതകമല്ല. കൊലപാതകമല്ലാത്ത നരഹത്യയുണ്ട്, അതാണ് 1ഉം 2ഉം. പക്ഷേ ചില നരഹത്യകൾ എന്താണ് കൊലപാതകമായിട്ട് മാറുകയും ചെയ്യും. അപ്പം കൊലപാതകമാണെങ്കിൽ നമുക്ക് വധശിക്ഷ ലഭിക്കും. ഈ കുറ്റകരമായ നരഹത്യക്ക് വധശിക്ഷ പോലുള്ള ശിക്ഷകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അത്തരം കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്കിനി പോർഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കാം. ആദ്യമായിട്ട് സെക്ഷൻ 100 എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. എന്താണ് കുറ്റകരമായ നരഹത്യ? ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണമായ ഒരു പ്രവൃത്തി ചെയ്യുക വഴി അയാളുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ അയാൾ കുറ്റകരമായ നരഹത്യ ചെയ്തതായി കണക്കാക്കുന്നു. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി മൂലം ഒരാൾ മരിച്ചാൽ അതെന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റകരമായ നരഹത്യ ആകണമെങ്കിൽ അയാൾ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരണം സംഭവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊല്ലണം. അപ്പോൾ നമ്മളിപ്പം രണ്ടാമത്തെ കേസ് പറഞ്ഞു, അച്ഛൻ കൊല്ലുന്നത്, അതായത് മരണം സംഭവിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നരഹത്യയാകും. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് മരണം സംഭവിക്കാൻ ഇടയാകുന്നതായ ഒരു ദേഹോപദ്രവം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ കൊല്ലണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു, ഒരു കാലും കൈ ഒടിയുക അല്ലെങ്കിൽ അവനൊരു പരിക്ക് പറ്റണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒരു പ്രവൃത്തി ചെയ്തു, അതുമൂലം ഒരാൾക്ക് മരണം സംഭവിക്കണം. അതുമല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കാൻ താൻ ഇടയാകും എന്നുള്ള അറിവോടുകൂടി. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ അറിയാം വെള്ളത്തിൽ പോയാൽ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാം, അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതും കുറ്റകരമായ നരഹത്യയിൽ വരുന്നു. ഇതിലേതെങ്കിലും വരണം. ഒന്നെങ്കിൽ മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശത്തോടെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് അത് മരണമായി പോകണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞു വെക്കണം, മരിക്കാൻ താൻ കാരണമാകും എന്നൊരു സംഭവത്തോടെ ചെയ്യുമ്പോഴാണ് അത് നരഹത്യയായി മാറുന്നത്. പിന്നെ വേറൊരു പോയിൻ്റ് ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിപ്പിക്കുന്നത് നരഹത്യയല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പഠിച്ചതാണ്. ഒരു വയറ്റിലുള്ള കൊച്ചിനെ കൊന്നു കഴിഞ്ഞാൽ അതെന്താണ്? നരഹത്യയാണ്? അല്ല, അതൊരു കൊലപാതകമോ നരഹത്യയായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അത് ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാണ് അതിന് ശിക്ഷ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജീവനുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത് ആ ശിശുവിൻ്റെ ഏതെങ്കിലും ഭാഗം പിറന്നിട്ടാണെങ്കിൽ, ശിശു ശ്വാസോച്ഛ്വാസം ചെയ്യുകയോ പൂർണ്ണമായി പിറക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റകരമായ നരഹത്യയായി തീരുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് വയറ്റിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്, അല്ലേ? ഈ ഒരു അബോർഷൻ നടന്നിരിക്കുന്നത് വയറ്റിൽ വെച്ചാണ്. അപ്പോൾ അത് കുറ്റകരമായ നരഹത്യ ആവുന്നില്ല, അതൊരു വേറെ ശിക്ഷയാണ് വരുന്നത്. ഭ്രൂണഹത്യ എന്നുള്ളൊരു ശിക്ഷയും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൊച്ചിൻ്റെ കാലോ കൈയോ ഏതെങ്കിലും ഒരു ശരീരഭാഗം വെളിയിലോട്ട് വന്നിട്ടുണ്ടെന്ന്, വയറ്റിൽ നിന്നും വെളിയിലോട്ട് വന്നതിന് ശേഷമാണ് ഈ കുട്ടി മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതെങ്കിൽ അതെന്തായി? ഈ പറഞ്ഞ പോലെ കുറ്റകരമായ നരഹത്യയായി.
ഏതെങ്കിലും ഒരു ഭാഗം, അത് ആ കൊച്ച് ശ്വസിക്കണമെന്നോ കണ്ണ് തുറക്കണമെന്നോ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഭാഗം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭ്രൂണഹത്യയല്ല, അത് പിന്നെ എന്താണ്, നരഹത്യയായി മാറും എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ഓർത്തിരിക്കുക. അപ്പം നരഹത്യ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. ആദ്യത്തെ ഉദാഹരണം എന്താണ്, തള്ളിയിടുന്നയാൾക്ക് കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്താണ്, അറിയാം വെള്ളത്തിൽ പോയാൽ മരിക്കുമോ എന്ന്. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ കൊല്ലുന്നു, ഒരു അറിവോടുകൂടി കൊല്ലുന്നു, മരണം സംഭവിക്കാമെന്ന അറിവ്. രണ്ടാമത് ഉദ്ദേശം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് സംഭവിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തി മരണത്തിലോട്ട് പോകുന്നു. കൊല്ലണമെന്ന് ഡയറക്റ്റായിട്ടൊരു ഇൻറ്റൻഷൻ ഇല്ല, പക്ഷേ കൈയും കാലും ഒടിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ 2 കൊടുക്കണമെന്നോ ഉള്ള ഒരു കൺസെപ്റ്റ് ചെയ്ത പ്രവൃത്തി മരണത്തിലോട്ട് നയിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, കൾപ്പബിൾ ഹോമിസൈഡ് ആയിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് അതിൻ്റെ ശിക്ഷ. കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യയുടെ ശിക്ഷ പറയുന്ന സെക്ഷൻ 105 100 അതിൻ്റെ ശിക്ഷ പറയുന്നില്ല. എന്താണ് നരഹത്യ എന്ന് മാത്രമേ 100 പറയുന്നുള്ളൂ. അതിൻ്റെ ശിക്ഷ 105 എന്ന സെപ്പറേറ്റ് സെക്ഷനിലാണ് പറയുന്നത്. എന്താണ് ശിക്ഷ? കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയും. നമ്മൾ പറഞ്ഞു അത് കൊലപാതകം ആകുന്നില്ല അല്ലേ, നരഹത്യ മാത്രമേ ആകുന്നുള്ളൂ. അപ്പം കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യയുടെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 105 വകുപ്പ് 105. മരണകാരണമാകാവുന്ന കൃത്യം മരണമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ മരണത്തിന് കാരണമാകാവുന്ന ദേഹോപദ്രവം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ചെയ്തതാണെങ്കിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. നമ്മൾ പറഞ്ഞു കുറ്റകരമായ നരഹത്യക്ക് 2 രീതിയിലാണ് ശിക്ഷ വരുന്നത്. ആദ്യത്തത് മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛൻ ബലാത്സംഗം ചെയ്തയാളെ അയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നുള്ള പ്രകോപനമായതുകൊണ്ട് അത് കൊലപാതകമാകുന്നില്ല, അത് കുറ്റകരമായ നരഹത്യ ആകുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ശിക്ഷ വരുന്നത് ചോദിച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ, അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായൊരു തടവുമാണ് വരുന്നത്. ഒന്നെങ്കിൽ ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ പിഴ. ഇത് കൊലപാതകമായിരുന്നെങ്കിൽ അത് വധശിക്ഷ ലഭിക്കാനായിട്ടുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറ്റകരമായ നരഹത്യ ആയതുകൊണ്ടാണ് മാക്സിമം ശിക്ഷ ജീവപര്യന്തമാണെന്നുള്ള കാര്യം ഓർക്കുക. ജീവപര്യന്തം അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇനി അടുത്ത രണ്ടാമത് വരുന്നത് ഒരു കൃത്യം മരണമുണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും എന്നാൽ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മരണകാരണമാകാവുന്ന തരത്തിലൊരു ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ ചെയ്തതിനെക്കുറിച്ചുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കുളിക്കാൻ നേരത്ത് തള്ളിയിട്ടത് അയാളെ കൊല്ലണമെന്നൊരു ഉദ്ദേശമില്ല, പക്ഷേ അറിയാം മരണം ചിലപ്പോൾ സംഭവിക്കാമെന്നറിയാം, എന്നിരുന്നാലും തമാശയ്ക്ക് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ്. അവിടെ അയാളെ കൊല്ലണമെന്നൊരു വിചാരമില്ലായിരുന്നു, കാരണം ഇവർ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്ത പ്രവൃത്തി. അപ്പോൾ അയാൾക്കുള്ള ശിക്ഷ അവിടെ ഒരു ഉദ്ദേശമില്ല, കൊല്ലണമെന്നുള്ള ഉദ്ദേശമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ജീവപര്യന്തമില്ല, 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ എത്ര മാസം വേണമെങ്കിലും ലഭിക്കാം. മാക്സിമം 10 വർഷം വരെ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു നരഹത്യയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നരഹത്യക്ക് 2 രീതിയിലാണ് ശിക്ഷ വരുന്നത്. അവിടെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവപര്യന്തം ലഭിക്കാം, അല്ലെങ്കിൽ 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാം. അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ ഈ ശിക്ഷ എത്രയായി? 10 വർഷം വരെ തടവ്. അവിടെ മിനിമം തടവ് വരുന്നില്ല, മാക്സിമം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇനി അടുത്ത നമുക്ക് 101 പഠിക്കാം. 101 എന്താണ്? മർഡർ അല്ലെങ്കിൽ കൊലപാതകം എന്താണെന്ന് നോക്കാം. ഒഴിവാക്കപ്പെട്ട സംഗതികൾ ഒഴികെ നരഹത്യ കൊലപാതകമാകുന്ന സന്ദർഭങ്ങൾ. എപ്പോഴാണ് ഒരു നരഹത്യ കൊലപാതകമായി മാറുന്നത് നോക്കാം. ഒരാൾ ഒരു പ്രവൃത്തി മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നു. ഇവിടെ എന്താണ്? കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ടായിരിക്കണം. ഒരാൾക്ക് ദേഹോപദ്രവം ഏൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടും അത് അയാളുടെ മരണത്തിന് കാരണമായേക്കാമെന്ന അറിവോടുകൂടിയും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് ദേഹോപദ്രവം ഏൽക്കണം എന്നോർത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഒരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുകയും അത്തരം ദേഹോപദ്രവം സ്വാഭാവിക മരണം സംഭവിക്കാൻ മതിയാകുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടിയും ചെയ്യുന്നത്. ഒരു ഉപദ്രവം ചെയ്യുന്നു, അത് മരണം സംഭവിക്കാനായിട്ടുള്ള കാരണമാകും എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു. അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തിയാൽ മറ്റൊരാൾക്ക് ഉടൻ തന്നെ മരണമോ അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ ഇടയാകുന്നതായ ഒരു ദേഹോപദ്രവമോ തീർച്ചയായും ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഞാനിപ്പം ചെയ്യുന്ന പ്രവൃത്തി ഇയാൾക്ക് ഇപ്പം തന്നെ മരണമോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഒരു പ്രവൃത്തി ചെയ്യുന്നു. അപ്പം
അങ്ങനെയുള്ള പ്രവൃത്തികൾ, അതായത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശവും പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊലപാതകമായി മാറും. അപ്പം നമ്മൾ ഒരാളെ കൊല്ലുന്നു, അതെപ്പോഴും കൊലപാതകമായി മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? ഒരു സന്ദർഭം നമ്മൾ പറഞ്ഞു, പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലം ഒരാളെ കൊന്നാൽ, അതേത് രീതി കൊന്നു കഴിഞ്ഞാലും അതെന്ന് വെച്ചാൽ ഭയങ്കര ബ്രൂട്ടലൊന്നും ആയി പോകരുത്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ തല്ലുവോ കുത്തുവോ 5-6 കുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്നുള്ള പ്രകോപനത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ നരഹത്യയിലോട്ട് പോകും. അത് ഒരുമാതിരി ഒത്തിരി അങ്ങ് ബ്രൂട്ടലോ കാര്യങ്ങളോ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊലപാതകമായിട്ട് മാറുകയും ചെയ്യും. അപ്പം പറഞ്ഞു, ആദ്യത്തെ ഒരു കാരണം പെട്ടെന്നുണ്ടായ പ്രകോപനം. അത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളിൽ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. കുറ്റകരമായ നരഹത്യ കൊലപാതകമാകാത്ത സാഹചര്യങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു നരഹത്യ കൊലപാതകമല്ലാതെ മാറുന്നത്? ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു വ്യക്തി പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനം കാരണം തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തനിക്ക് അത്തരം പ്രകോപനം ഏൽപ്പിച്ച ആളിൻ്റെ മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു കാരണമോ യാദൃശ്ചികത കൊണ്ടോ മറ്റൊരാളുടെ മരണം സംഭവിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെ ഒരു നരഹത്യ കൊലപാതകമാകുന്നില്ല. ഇപ്പം പറഞ്ഞ പോലെ പെട്ടെന്നൊരു പ്രകോപനം, അത് പല രീതിയിലാകാം. അപ്പോൾ അങ്ങനെ ഒരു പ്രകോപനം മൂലം ഉണ്ടായ മരണം അത് കുറ്റകരമായ നരഹത്യയായിരിക്കും, അത് കൊലപാതകം ആകത്തില്ല. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത്തരം പ്രകോപനം അയാൾ മറ്റൊരാളുടെ കൊല ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ സ്വമേധയ ഉണ്ടാക്കിയതാകരുത്. ഈ പ്രകോപനം എന്ന് പറയുന്ന സംഭവം, ഈ പ്രകോപനം ആർക്കാണോ വന്നത് അയാൾ തന്നെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രകോപനം ആയിരിക്കരുത്, സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രകോപനമായിരിക്കണം. അത്തരം പ്രകോപനം നിയമാനുസൃതമായി ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാലോ അല്ലെങ്കിൽ ഒരു പൊതുജന സേവകൻ തൻ്റെ നിയമപരമായ അധികാരങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോഴോ ഉണ്ടായതായിരിക്കരുത്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ ഒരു പ്രതിനെ പിടിക്കാൻ വരുന്നു, അപ്പം ബലപ്രയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കൈപിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള കാര്യത്തിന് ഈ ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്യുന്നു. അപ്പം പുള്ളി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആത്മനിയന്ത്രണം വിട്ട് പുള്ളീനെ കൊന്നു കഴിഞ്ഞാൽ അത് ആത്മനിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ പ്രകോപനം കൊണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്, ഒരു പൊതുപ്രവർത്തകനോ ഒരു വ്യക്തിയോ അയാളുടെ പ്രവർത്തനം, അയാളുടെ ഒരു സേവനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ജോലി ചെയ്യുന്നതിന് അത് അതൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ പ്രകോപനമായെന്നോർത്ത് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല. പിന്നെ അത്തരം പ്രകോപനം സുരക്ഷയ്ക്കായി നിയമാനുസൃതം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പ്രവൃത്തിയാൽ ഉണ്ടായതാവരുത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് സ്വയം രക്ഷ. അപ്പോൾ ഒരാൾ വേറൊരാളെ തല്ലാൻ ചെല്ലുന്നു, അപ്പോൾ സ്വയം രക്ഷയായിട്ട് ഈ പുള്ളി ഈ തല്ലാൻ വന്നയാളെ തിരിച്ചു തല്ലുന്നു, അല്ല തള്ളിയിടുന്നു. അപ്പം അയാൾ സ്വയം രക്ഷയ്ക്ക് ചെയ്ത ഒരു പ്രവൃത്തി കാരണം മറ്റേ ആൾക്ക് എന്നെ അയാളാ തല്ലാൻ വന്നയാളെ മറ്റേ ആൾ തിരിച്ചു തല്ലി. ആ തിരിച്ചു തല്ലിയതൊരു പ്രകോപനം ആക്കി ഏറ്റെടുത്തുകൊണ്ട് അത് അങ്ങനെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും കുറ്റകരമായ നരഹത്യ ആകത്തില്ല, അത് കൊലപാതകമാകും. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരാൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി വേറൊരാൾക്ക് അതൊരു പ്രകോപനമായിട്ട് തോന്നി അയാൾ ആ ഒരു കൊലപാതകം നടത്തിയാൽ അത് കുറ്റകരമായ നരഹത്യ ആയിരിക്കത്തില്ല, കൊലപാതകമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ കേസ് ഇതാണ്. ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ കൊലപാതകമല്ല, കുറ്റകരമായ നരഹത്യയാണ്. രണ്ടാമത്, എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ്. താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണത്തിനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തത്. ആ പ്രവൃത്തിയിലൂടെ പ്രസ്തുത വ്യക്തി തനിക്ക് നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള അധികാരപരിധി മറികടക്കുകയും അതുവഴി മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തിരിക്കണം. ഈ പ്രവൃത്തി അയാൾ മുൻകൂട്ടി നിശ്ചയിക്കാതെ ചെയ്തതും കൂടാതെ സുരക്ഷയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ദോഷം വരുത്താനുള്ള ഉദ്ദേശം ഇല്ലാതെയും ആയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു, ഒരാൾ സെൽഫ് ഡിഫെൻസ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തി മൂലം ഒരു കൊലപാതകം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ജനറൽ എക്സെപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കുറ്റകരമല്ല. പിന്നെ എങ്ങനെയാണ് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് കുറ്റകരമാകുന്നത്? അപ്പം അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണേ, കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് സെൽഫ് ഡിഫെൻസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതുമൂലം ഒരാൾ മരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ
എന്നെ ആക്രമിക്കാൻ വരികയാണ് ഒരാൾ. എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഇയാളെ പിടിച്ച് തള്ളിയിടുകയോ മറിച്ചിടുകയോ ഒക്കെ ചെയ്തു. അപ്പം മറിച്ചിട്ടപ്പോൾ എന്ത് പറ്റി? ഇയാളുടെ തല ചെന്ന് നിലത്തിടിക്കുകയോ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതെന്താണ്? അത് ശരിക്കും ജനറൽ എക്സെപ്ഷനിൽ വന്നിട്ട് ശിക്ഷ കിട്ടത്തില്ല. കാരണം എന്നെ രക്ഷിക്കാനായിട്ട് ഞാനൊരു പ്രവൃത്തി ചെയ്തപ്പോൾ ഇയാൾ മരിച്ചു. അത് ജനറൽ എക്സെപ്ഷനിൽ കൂടെ ഒരു ശിക്ഷയും കിട്ടാത്ത ഒരു കുറ്റകൃത്യമായിട്ട് മാറും. ഇനി വേറൊരു സന്ദർഭം, എന്നെ ഒരാൾ തല്ലാനായിട്ട് വരുന്നു. ഞാൻ ഇയാളെ തള്ളിയിട്ട് ഇയാൾ താഴെ കിടക്കുകയാണ്. ഇയാൾ താഴെ കിടന്ന് ഇനി തിരിച്ച് തല്ലുന്നില്ല, ഞാൻ അത് വിട്ടു എന്ന രീതിയിൽ ഞാൻ തല്ല് കൊടുത്ത് ഇയാൾ താഴെ കിടക്കുകയാണ്. താഴെ കിടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇയാളെ വീണ്ടും പിന്നെയും ചെന്ന് തല്ലുവാണ്. അപ്പോൾ അവിടെ എന്താണ്? സെൽഫ് ഡിഫെൻസ് മാത്രമല്ല, അത് കഴിഞ്ഞ് എനിക്ക് ദേഷ്യവും കൂടെ വന്നു. ആ ദേഷ്യവും കൂടെ ഞാൻ തീർക്കുക. എനിക്ക് രക്ഷപ്പെടുക എന്നുള്ള മാർഗ്ഗം, ഇയാൾ താഴെ വീണ് കിടക്കുന്നയാൾ ഇനി എന്നെ തല്ലാൻ പോകണില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ അയാളെ തല്ലുകയും കല്ല് വെച്ച് അടിക്കുകയും കുത്തുകയും മാന്തുകയും ഒക്കെ ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡിഫെൻസിൻ്റെ ആനുകൂല്യം കിട്ടത്തില്ല. എന്നിരുന്നാലും അത് കൊലപാതകമാകത്തില്ല, അത് കുറ്റകരമായ നരഹത്യയായിട്ട് മാറത്തുള്ളൂ. കാരണം ഇങ്ങോട്ട് വന്ന് കയറിയതാണല്ലോ. അതുകൊണ്ട് അത് കൊലപാതകമാകുന്നില്ല, കുറ്റകരമായ നരഹത്യ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മുൻകൂട്ടി ഒന്നും നിശ്ചയിക്കാതെ നമ്മൾക്കെതിരെ വരുന്ന ഒരു പ്രവൃത്തി നമ്മൾ തടഞ്ഞു കഴിഞ്ഞിട്ട് തടയാൻ നമുക്ക് അനുവാദമുണ്ട്. ആ ഒരു പരിധി ഉണ്ട്, അതിനൊരു പരിധിയുണ്ട്. അയാൾ നമ്മളെ കൊല്ലാതിരിക്കുക, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പരിധി വിടുക, നമ്മുടെ ആ ആനുകൂല്യത്തിൻ്റെ പരിധി വിടുക. ആ പരിധി പിടിവിട്ടിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അത് കുറ്റകരമായ നരഹത്യയായി മാറും. ആ പ്രവൃത്തിയിലൂടെ പ്രസ്തുത വ്യക്തിക്ക് തനിക്ക് നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള അധികാരം, അതാണ് നമുക്ക് അയാളെ തള്ളിയിടാനുള്ള അധികാരമുണ്ട്. പിന്നെ താഴെ കിടക്കുന്ന ഒരു ഉപദ്രവം ഇല്ലാത്തയാളെ അവിടെ വീണ്ടും ചെന്ന് ഉപദ്രവിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പരിധി മറികടക്കുകയാണ്. അങ്ങനെ മറികടത്തിയിട്ട് ഒരു മരണം സംഭവിപ്പിച്ചാൽ അതെന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. ഇനി അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത്, താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ പെടുന്നു. മറ്റൊരാളുടെ മരണത്തിന് കാരണമായ വ്യക്തി ഒരു പൊതുപ്രവർത്തകനെ സഹായിക്കുന്ന വ്യക്തിയോ ആയിരിക്കണം. പൊതുനീതിക്ക് വേണ്ടിയായിരിക്കണം ആ പ്രവർത്തനം ചെയ്തത്. അയാൾക്ക് ലഭ്യമായ അധികാര പരിധിക്ക് അപ്പുറം പ്രയോഗിച്ചിരിക്കണം. സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ കർത്തവ്യത്തിൻ്റെ ശരിയായ നിർവഹണത്തിനാണെന്നുള്ള സതുദ്ദേശത്തോടെ ആയിരിക്കണം അയാൾ ആ കൃത്യം ചെയ്തത്. അതായത് ഇവിടെ പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ, ഇപ്പോൾ ഓർക്കുക നിങ്ങളൊരു പോലീസുകാരനായി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വ്യക്തികളെയും അവരുടെ സ്വത്തുമൊക്കെ സംരക്ഷിക്കണമെന്നുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പം ഒരാൾ റോട്ടിൽ കൂടെ നടന്നിട്ട് എല്ലാവരെയും മർദ്ദിക്കുകയോ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം ഇടിച്ച് തല്ലിപ്പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. ഒന്നുമില്ല, പുള്ളിയുടെ ഒരു കമ്പോ വടിയോ എന്തെങ്കിലും ചെറിയ സാധനങ്ങളേ ഉള്ളൂ. അത് വെച്ചിട്ട് മൊത്തം എല്ലായിടത്തും നടന്ന് ഇതേപോലെ നശിപ്പിക്കുകയാണ്, ആൾക്കാരെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു പോലീസുകാരൻ്റെ അധികാരമാണ്. അപ്പോൾ ഈ പോലീസുകാരൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇയാൾ ചെന്ന് ഇയാളെ പിടിച്ചിട്ടൊന്നും ഇയാൾ പിടി തരുന്നില്ല, ഇങ്ങനെ കുതറി മാറുകയോ മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇയാൾക്കിട്ടൊരു തിരിച്ചൊരു തല്ല് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്നുള്ള ഒരു ഇയാളെ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തിൽ വെടിവെക്കുന്നു. ഇയാളെ വെടിവെച്ച് കഴിയുമ്പോൾ ഇയാൾ മരിക്കുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായ നരഹത്യയായി മാറും എന്നാണ് പറയുന്നത്. കാരണം ഇയാളൊരു പൊതു സേവകൻ എന്ന നിലയിൽ അയാളുടെ കർത്തവ്യം ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളിക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇയാളെ ഇപ്പം തല്ലുവോ അല്ലെങ്കിൽ കൈ പിടിച്ച് തിരിക്കുകയോ കെട്ടിയോ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളിക്കൊരു ശിക്ഷയും ലഭിക്കത്തില്ല. കാരണം അത് പുള്ളിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇപ്പം അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ബലം പ്രയോഗിക്കാനും കൈ കെട്ടാനും കാല് കെട്ടാനും വിലം കിടാനും ഒക്കെയുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറം അവിടെ ഒരു കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം കൊല്ലേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൊല്ലാം. അപ്പോൾ അതിന് പ്രത്യേക വേറെ സെക്ഷനിലൊക്കെ നമുക്കതിന് വേണ്ടിയിട്ട് പോലീസുകാർക്കും മറ്റാൾക്കാർക്കും ഒക്കെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പക്ഷേ ഇതല്ല. ഇപ്പോൾ അവിടെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇയാൾ മറ്റാരെയും കൊല്ലാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഇയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ട്, പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് പോലീസുകാർ വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സന്ദർഭമേ ഉള്ളായിരുന്നു അവിടെ. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. അപ്പം എന്ത് ചെയ്തു? ഇയാൾക്ക് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരു മരണമാണ്, പക്ഷേ അത് കൊലപാതകമാകത്തില്ല, കുറ്റകരമായ നരഹത്യയെ ആകത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സഡൻ ഫൈറ്റ്. നാലാമത് പറയുന്നത് സഡൻ ഫൈറ്റ്. ഒരു വ്യക്തി മറ്റൊരാളെ കൊല ചെയ്തിരിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരിക്കരുത്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരിക്കരുത്. പെട്ടെന്നുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന്
ക്ഷോഭാവേശത്തിൽ സംഭവിച്ച അടിപിടിയിലായിരിക്കണം മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കുറ്റവാളി അനാവശ്യമായ ഒരു ആനുകൂല്യത്തെ പ്രയോജനപ്പെടുത്തുകയോ ക്രൂരമായോ അസാധാരണമായോ പ്രവർത്തിച്ചോ ആയിരിക്കരുത്. അതായത് രണ്ടുപേര് തമ്മിൽ ഇരുന്ന് മദ്യപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വരുന്നു. അവിടെ വെച്ച് രണ്ടുപേരോട് അടിപിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് കുറ്റകരമായ നരഹത്യയായിരിക്കും, പക്ഷേ കൊലപാതകമായിരിക്കത്തില്ല. എന്തുകൊണ്ട്? അത് അവർ തമ്മിലുള്ള പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്ന് പറയത്തില്ല, പെട്ടെന്നുണ്ടായ ഒരു അടിപിടി. പെട്ടെന്നുണ്ടായ പ്രകോപനം നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ്. അതെന്തെങ്കിലും കാരണം കൊണ്ടുണ്ടാകുന്നത്, അവിടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇത് അടിപിടി, ചുമ്മാ ഒരു കാര്യമില്ലാതെ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിപ്പിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം അത് വലുതായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചപ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ മർമ്മത്തിലോ കാര്യങ്ങളിലോ ഒക്കെ കൊണ്ടിട്ട് ഒരാൾ മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് കുറ്റകരമായ നരഹത്യയായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതൊരിക്കലും പ്ലാൻ ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം ആയിരിക്കരുത്. ആ സ്പോട്ടിലുണ്ടായതായിരിക്കണം. പിന്നെ ആ ഒരു സ്പോട്ടിൽ ഈ ഒരു വഴക്കുണ്ടാകാനായിട്ടുള്ള കാരണം ആരാണ് എന്നുള്ള കാര്യം ഇവിടെ പ്രസക്തമല്ല. ഇപ്പം മരിച്ചയാൾ ഉണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും കൊന്നയാളുണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും നത്തിങ് മാറ്റർ, അത് ഇതിനകത്തൊരു പ്രശ്നമല്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രയോജനം ആരുണ്ടാക്കിയതും ആകാം. അങ്ങനെയാണെങ്കിൽ അത് കുറ്റകരമായ നരഹത്യയായിട്ട് മാറും. ഇനി ഡെത്ത് ബൈ കൺസെൻറ്റ്. കൊല്ലപ്പെട്ട വ്യക്തി 18 വയസ്സിന് മുകളിലായിരിക്കണം. സ്വന്തം മരണത്തിന് റിസ്ക് എടുക്കാൻ അയാൾക്ക് സമ്മതം നൽകിയിരിക്കണം. അപ്പം ഇവിടെ പറയുന്നത് ഒരാളെ കൊല്ലാൻ പറഞ്ഞ് സമ്മതം നൽകിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതുമൂലം മരണം ഉണ്ടാകുന്നു. ഈ സെയിം സാധനം നമ്മളൊരു സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ജനറൽ എക്സെപ്ഷനിൽ ഒരാൾ സമ്മതം കൊടുക്കുന്നു, ആ സമ്മതം മൂലം ചെയ്യുന്ന ഒരു പ്രവൃത്തി മരണത്തിൽ സംഭവിച്ചാൽ ശിക്ഷ കിട്ടത്തില്ലെന്ന് അവിടെ പറയുന്നു. ഇവിടെ പറയുന്നു ഒരാൾ സമ്മതം നൽകിയിട്ട് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അത് കുറ്റകരമായ നരഹത്യയാകുമെന്ന്. അപ്പം ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു, അവിടെ പറഞ്ഞ സന്ദർഭം ഒന്ന് ഓർക്കുക. അവിടെ ഒരാളുടെ സമ്മതത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. നമ്മൾ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, അതായത് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ കൺസെൻ്റൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ബോക്സിംഗ് മത്സരം നടത്തുന്നു. അപ്പോൾ ഒരാളുടെ അടി കൊണ്ട് മറ്റേയാൾ മരിക്കുന്നു. അപ്പോൾ അവിടെ അടിച്ച ആൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല ശിക്ഷ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അത് ജനറൽ എക്സെപ്ഷനിൽ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചിന്തിച്ചേ. എന്തുകൊണ്ടാണ് പോണേ? കാരണം ഇവർ തമ്മിൽ സമ്മതപ്രകാരം ഇനി അപകടം ഉണ്ടാകാൻ മരണം സംഭവിക്കുക എന്നൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഈ പ്രവൃത്തി ചെയ്യുന്നു. ഇതൊരു കളിയായിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മറ്റേയാളെ ഈ തല്ലിയാൾക്ക് ഒരു ഉദ്ദേശമില്ല ഇയാളെ കൊല്ലണമെന്ന്, ഒരു ഉദ്ദേശമില്ലാതെ അവിടെ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഈ ഒരു സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് ഇടിക്കുന്നു. അത് നിർഭാഗ്യവശാൽ ഒരു മരണത്തിലോട്ട് കലാശിച്ചു. അപ്പോൾ അതാണ് ജനറൽ എക്സെപ്ഷനിൽ പോണത്, ഒഴിവായി പോകുന്നത്. അതിന് ശിക്ഷയൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു എനിക്ക് 18 വയസ്സുണ്ട്. നമ്മുടെ മറ്റൊരു സിനിമയുണ്ട്, ഒരു പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്കകത്ത് ഒരു പെണ്ണ്, ആ പെണ്ണിന് ചാകണം. അപ്പം പൃഥ്വിരാജിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് അല്ലേ, അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്ദർഭം ഓർത്താൽ മതി. അപ്പോൾ എനിക്ക് ചാകണം, ഞാനൊരു കൊട്ടേഷൻകാരന് കൊട്ടേഷൻ കൊടുക്കുകയാണ്, എന്നെ കൊന്നോളാൻ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് അവനോട് കൊന്നോളാൻ പറയുകയാണ്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ കുറ്റകരമായ നരഹത്യയാകും. കാരണം എന്താണ്? ഈ കൊല്ലുന്നവൻ അറിയാം എന്നെ കൊല്ലാൻ പോവുകയെന്ന്. അത് അറിഞ്ഞുകൊണ്ടാണ് അവൻ കൊല്ലുന്നത്. മറ്റേത് അറിഞ്ഞുകൊണ്ടല്ല, അവർ ചെയ്ത പ്രവൃത്തി ഒരു കൊലപാതകത്തിലോട്ട് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്താണ്? അറിഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നത്. അപ്പോൾ അതെന്താകും? കൊലപാതകമാകത്തില്ല, കുറ്റകരമായ നരഹത്യയാകും. കാരണം ഇവിടെ ഒരു സമ്മതം കൊടുക്കുന്നുണ്ടല്ലോ. ഈ മരിച്ചയാൾ സമ്മതം കൊടുക്കുന്നത് കൊണ്ട് അത് കുറ്റകരമായ നരഹത്യയായി മാറും. പക്ഷേ സമ്മതം കൊടുക്കുന്നത് മറ്റേ നമ്മുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ മന്ദബുദ്ധി എന്ന് നമ്മളൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആളുകൾ, അതേപോലെ തന്നെ ചിത്തഭ്രമം ബാധിച്ച ആളുകൾ, കുട്ടികൾ ഒക്കെ കൊടുക്കുന്ന സമ്മതമായിട്ട് കരുതത്തില്ല എന്നുള്ളൊരു കാര്യവും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇതാണ് ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഈ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ കൊന്നിട്ട് കൊലപാതകത്തിൽ ഈ 5 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൊലപാതകമാകത്തില്ല. അതെന്താകും? കുറ്റകരമായ നരഹത്യയായിട്ട് മാറും. അപ്പോൾ ആ ഒരു പോർഷൻ 100-101 ക്ലിയറായെന്ന് കരുതുന്നു. ക്ലിയറായോ? അപ്പോൾ എന്താണ് കുറ്റകരമായ നരഹത്യ, എന്താണ് കൊലപാതകം, എപ്പോഴാണ് കൊലപാതകം കുറ്റകരമായ നരഹത്യയായി മാറുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്നാണ് ഇപ്പം പറഞ്ഞത്. ചില കൊലപാതകങ്ങൾ കൊലപാതകമായി മാറത്തില്ല. ഈ പറഞ്ഞ 5 കാരണം കൊണ്ട് അതിലേതെങ്കിലും ഒരു കാരണം കൊണ്ട് എന്താകും? അത് ചിലപ്പം കുറ്റകരമായ നരഹത്യയായിട്ട് മാറും എന്നുള്ളൊരു കാര്യവും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ മർഡറിൻ്റെ ശിക്ഷ പഠിച്ചിട്ടില്ല. കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ ശിക്ഷ പഠിച്ചു. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ജീവപര്യന്തം 5 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കുക. അറിയാത്തതാണെങ്കിൽ മാക്സിമം 10 വർഷം വരെ, ലോവർ ലിമിറ്റ് ഇല്ല, മാക്സിമം 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം.
ഇനി അടുത്തത് 103 പറയുന്നത് മർഡറിൻ്റെ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ ശിക്ഷയാണ്. മർഡറിൻ്റെ ശിക്ഷ. അപ്പം ഏതൊക്കെയായാലും കൾപ്പബിൾ ഹോമിസൈഡിനേക്കാളും കൂടുതലായിരിക്കും. ജീവപര്യന്തത്തേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഏതാണ്? വധശിക്ഷയാണ്. അപ്പം കൊലപാതകം നടത്തുന്ന ഏതൊരാൾക്കും മരണശിക്ഷയോ ജീവപര്യന്ത തടവോ കൂടാതെ പിഴയും നൽകി ശിക്ഷിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ മരണശിക്ഷ ലഭിക്കും, വധശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ എന്ത് ലഭിക്കും? ജീവപര്യന്തം ലഭിക്കും. അതാണ് സെക്ഷൻ 103 പറയുന്നത്. കൊലപാതകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 103 ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് 102 എന്താണ്? മരണം സംഭവിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുന്ന കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ തൻ്റെ പ്രവൃത്തിയാൽ മരണം സംഭവിപ്പിക്കാൻ ഇടയാകുമെന്ന അറിവോടുകൂടിയോ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. അയാൾ ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരാളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു കുറ്റവും സെക്ഷൻ 102 പ്രകാരം ഒരു കുറ്റകരമായ നരഹത്യയാണ്. അതായത് ആൾ മാറി കൊലപാതകം ചെയ്യുന്നു, കൊലപാതകമല്ല കുറ്റകരമായ നരഹത്യ, ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തി ഏത് രീതിയിലാണോ അയാൾ കൊല്ലുന്നത് അത് ഒരു കുറ്റകരമായ നരഹത്യയായിട്ട് മാറും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരാൾ കൊല്ലാൻ ഉദ്ദേശിച്ചയാളെ കൊല്ലാൻ പറ്റിയില്ല, ആൾ മാറിപ്പോയി. എന്തെങ്കിലും തെറ്റിദ്ധാരണ എന്ത് ഫലമായിട്ട് ഉദ്ദേശിച്ചയാളെ കൊല്ലാൻ പറ്റിയില്ല, വേറൊരാളാണ് മരിക്കുന്നത്. അങ്ങനെ മരിക്കുകയാണ് അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നത് സെക്ഷൻ 102 പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ശിക്ഷ ഇവിടെ പറയുന്നില്ല. ആൾ മാറി കൊന്നാൽ അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 102 ഇനി അടുത്തത് 103 സബ്സെക്ഷൻ 2. ഇത് പുതിയതായിട്ടുള്ളൊരു സെക്ഷനാണ്. അതായത് ഇപ്പം നമ്മുടെ പല മധുവിനെയൊക്കെ കൊന്നൊരു സംഭവം ഉണ്ടല്ലോ, ആൾക്കൂട്ട കൊലപാതകം, അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 103 5 അതിലധികമോ ആളുകൾ. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 103 എന്ന ഒരു സെക്ഷൻ വരണമെങ്കിൽ മിനിമം 5 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ ചേർന്ന് ജാതി, വംശം, സമുദായം, ലിംഗം, ജന്മസ്ഥലം, ഭാഷ, വ്യക്തി വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഏതെങ്കിലും കാരണത്താൽ ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ, 5ലേറെ ആളുകൾ ഒരാളെ കൊല്ലുകയാണ്, കൂട്ടത്തോടെ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ആൾക്കൂട്ട കൊലപാതകമാണ്. അതിനെപ്പറ്റി പറയുന്നത് 103 അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും 5 പേരുണ്ടെങ്കിൽ അതിൽ 5 പേർക്കും എന്ത് ലഭിക്കും? മരണശിക്ഷയോ വധശിക്ഷയോ പിഴയോ ലഭിക്കാവുന്നതാണ്. മരണശിക്ഷയോ വധശിക്ഷയോ പിഴയോ ലഭിക്കാവുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. ആൾക്കൂട്ട കൊലപാതകത്തിന് മിനിമം എത്ര പേര് വേണം? 5 മിനിമം 5 വേണം. 5 കൂടുതൽ എത്ര പേരേലും ആകാം. എന്തെങ്കിലും കാരണത്തിൽ ഏതെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ, ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഒരാളെ ആൾക്കൂട്ട കൊലപാതകം നടത്തുകയാണെങ്കിൽ ആ നടത്തുന്ന ഓരോ ആളുകൾക്കും ഈ ശിക്ഷ ലഭിക്കും. ആരാ കൊന്നേന്നുള്ളത് ഇപ്പം മധുവിനെ കൊല്ലാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളെ കൊല്ലുന്നു കുറേ ആളുകൾ ചേർന്ന്. അപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഡയറക്റ്റായിട്ട് ഇയാളെ ഉപദ്രവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും അതിന് കൂട്ടുനിന്നാൽ തന്നെ അവരെല്ലാം ഇത് പ്രകാരം പിടിച്ചു കൊടുക്കുന്നയാളും എല്ലാവർക്കും ഒരു ശിക്ഷ തന്നെ ലഭിക്കും. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് തന്നെ കണക്കാക്കി അതിനുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി സെക്ഷൻ 104 എന്താണ്? ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കും. ഇത് പലപ്പോഴും നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. പൊതുവെ ഇത് ജയിലിലാണ് നടക്കാറ്. ഏതെങ്കിലും ഒരു കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ട് ജീവപര്യന്തം കിട്ടിയ ഒരുത്തൻ ജയിലിലോട്ട് വരുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് അവൻ വേറൊരാളെ കൊല്ലുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ വീണ്ടും കൂട്ടും. ജീവപര്യന്തം എന്നുള്ള ശിക്ഷ മാറി പിന്നെ വധശിക്ഷയോ അല്ലെങ്കിൽ സ്വാഭാവിക ജീവിതകാലം മൊത്തം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ തടവ് എന്ന രീതിയിലുള്ള ജീവപര്യന്തമായി മാറുകയും ചെയ്യും. നേരത്തെ നോർമൽ ജീവപര്യന്തമാണ്, അത് മാറി വധശിക്ഷയോ അല്ലെങ്കിൽ സ്വാഭാവിക ജീവിതകാലം എന്ന് വരുന്ന ജീവപര്യന്തോ ലഭിക്കാവുന്നതാണ്. അതായത് ഒരു തവണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ വീണ്ടും ഒരു കൊലപാതകം ചെയ്താൽ അത് അകത്ത് തന്നെ കിടന്ന് ചെയ്യണമെന്നില്ല കേട്ടോ. ശിക്ഷയൊക്കെ തീർന്നിട്ട് പുറത്തോട്ടിറങ്ങിയ ആൾ ചെയ്താലും മതി. ഓക്കെ. ഇനി അടുത്തത് 106 ഉപേക്ഷയാൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പ്. കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ സാഹസികമായോ അല്ലെങ്കിൽ ഉപേക്ഷയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി മറ്റൊരാളുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക. നമ്മൾ ഒരു എക്സാമ്പിൾ ഓർക്കുക. നമ്മൾ അവിടെ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ ഓർത്തേ. ഒരാളെ തള്ളിയിടുന്നു.
വെള്ളത്തിലോട്ട് തള്ളിയിട്ട് കൊല്ലുന്നു. അപ്പോൾ അവിടെ മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ലായിരുന്നു, പക്ഷേ അറിയാം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനാണ് അത് കൾപ്പബിൾ ഹോമിസൈഡിലോട്ട് പോകുന്നത്. അല്ലാതെ നമ്മളൊരു വഴി കൂടി ഒരു വണ്ടി ഓടിക്കുന്നു, അതൊരു നമ്മൾ അശ്രദ്ധമായിട്ട് ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഇച്ചിരി കുറവായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ ഓടിച്ചപ്പം വണ്ടി ഒരു അപകടത്തിൽ പറ്റി, ബ്രേക്ക് കുറവായതുകൊണ്ട് കൃത്യസ്ഥലത്ത് നിർത്താൻ പറ്റിയില്ല, ഒരാൾ മരിക്കുന്നു. അപ്പം നമ്മുടെ ഉപേക്ഷയാൽ ഒരു പ്രവൃത്തി നടന്നു, അല്ലെങ്കിൽ നമ്മൾ സാഹസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നടത്തുന്നു. ഇപ്പോൾ എന്താണ് നമ്മൾ ഒരു സ്റ്റണ്ടോ റോഡിൽ ഇപ്പം നടക്കുന്ന സംഭവമല്ലേ, സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു, നമ്മുടെ സാഹസികമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു. ആ ഒരു പ്രവർത്തനം മൂലം ഒരാൾക്ക് മരണം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമായ നരഹത്യയല്ല, അതിലും താഴെയാണ് വരുന്നത് ഉപേക്ഷയാലുള്ള മരണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ഉപേക്ഷയാലോ അല്ലെങ്കിൽ സാഹസികമായിട്ടോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് മരണം സംഭവിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 5 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയും പിഴയുമാണ്. അത്തരം പ്രവൃത്തി ഒരു രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു പ്രവൃത്തി ഉപേക്ഷയാലുള്ള ഒരു പ്രവൃത്തി ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്, ഡോക്ടർ ഉപേക്ഷയാൽ ആളുകൾ മരിക്കാറുണ്ടല്ലോ, അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ, ഡോക്ടറുടെ ഉപേക്ഷ അശ്രദ്ധ കൊണ്ടാവും മരിക്കുന്നതെങ്കിൽ ഡോക്ടർക്ക് ലഭിക്കുന്നത് 2 വർഷം വരെയാകാവുന്ന തടവും പിഴയാണ്. ഡോക്ടർ ആ പുള്ളിയുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഡോക്ടർ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 5 വർഷം ലഭിക്കും. ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും അശ്രദ്ധ വന്നിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 2 വർഷം വരെ ആകാവുന്ന തടവേ ലഭിക്കത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. 2 രീതിയിലാണ് പറയുന്നത്. ഡോക്ടർമാർക്ക് ഒരു ശിക്ഷ, ഡോക്ടർ അല്ലാത്ത ആൾക്ക് മറ്റൊരു ശിക്ഷ. ഒരാളുടെ ഉപേക്ഷപരമായ ഡ്രൈവിങ്ങിനാൽ ഒരാൾ മരണപ്പെടുകയും സംഭവത്തെപ്പറ്റി ഉടൻ തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെ അയാൾ രക്ഷപ്പെടുകയും ചെയ്താൽ, ഇപ്പം നമ്മൾ പറയുന്നു ഉപേക്ഷയാൽ മരണം സംഭവിക്കാം. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ സാധാരണ ഒരു നമ്മുടെ കൈ കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓടി രക്ഷപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന കാരണം, അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയനാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലേ, ആൾക്കാർ വണ്ടിയൊക്കെ ഇടിപ്പിക്കുകയൊക്കെ ചെയ്താൽ ആരാണോ ആ ഇടിപ്പിക്കുന്നയാൾ അയാളെ മർദ്ദിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വലിയ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേകമായിട്ട് അറിയാം. ഇപ്പോൾ ഒരു ബസ്സൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ അവരുടെ കുറ്റം അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, അവരുടെ നെഞ്ചത്തോട്ട് വന്ന് കയറുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നതിന് ഇപ്പം വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് താക്കോലൊക്കെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുമ്പം താക്കോലൊന്നും എടുത്തുകൊണ്ട് ഓടരുത്. അപ്പം താക്കോൽ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ വണ്ടി ഒന്ന് മാറ്റിയിടാനോ, ഇപ്പോൾ ഒരാളുടെ ദേഹത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി അയാളെ കൊണ്ടുപോകാനോ ഒക്കെ ചെയ്യണമെങ്കിൽ താക്കോൽ അവിടെ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ താക്കോൽ ഇട്ടിട്ട് നമ്മൾ രക്ഷപ്പെട്ട് ഓടുന്നത് എന്താണ്, ആൾക്കൂട്ട മർദ്ദനം ഭയന്നിട്ടാണ്. അങ്ങനെ ഓടുന്നത് എങ്ങോട്ട് ഓടണം, ഒരു വീട്ടിലോട്ടോ കാട്ടിലോട്ടോ പോയി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ ആണ് കാണേണ്ടത്. അങ്ങനെ കണ്ട് നമുക്കിങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ ശിക്ഷയെ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നും പറയാതെ ആരെ അറിയിക്കുക നമ്മൾ ഒളിച്ചു പോവുകയോ വണ്ടിയായിട്ട് പോകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇരട്ടി ശിക്ഷയാകും. 10 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ഇപ്പം പറഞ്ഞു ഉപേക്ഷയാൽ നമുക്ക് അപകടം ഉണ്ടാകാം. അങ്ങനെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ആ ഒരു സംഭവം നമ്മൾ ആരെ അറിയിക്കാതെ നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ശിക്ഷ 10 വർഷമായിട്ട് മാറും. ഇനി അടുത്ത 107 സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. ഏതെങ്കിലും കുട്ടി അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള വ്യക്തി അല്ലെങ്കിൽ ഡെലീറിയം ഉള്ള വ്യക്തി, ലഹരി പിടിച്ച അവസ്ഥയിലുള്ള വ്യക്തി, ഇവരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കുട്ടി, 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി, ചിത്തഭ്രമം ബാധിച്ച വ്യക്തി, അല്ലെങ്കിൽ ഡെലീറിയം ബാധിച്ച വ്യക്തി. എന്താണ് ഡെലീറിയം ഒരു താൽക്കാലിക മാനസിക പ്രശ്നമാണ്. പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയൊരു അസുഖം ഉണ്ടാകാറുണ്ട്. അതേപോലെ പെട്ടെന്ന് ഒരാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നയാൾ മദ്യപാനം നിർത്തി കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു താൽക്കാലിക ചിത്തഭ്രമമാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു കാര്യം കൊണ്ട് താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഡെലീറിയം. അങ്ങനെ ആ ഒരു അസുഖം ബാധിച്ച വ്യക്തി അല്ലെങ്കിൽ ലഹരി പിടിച്ച അവസ്ഥയിലുള്ള വ്യക്തി, ഇവരെ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ആരാണോ അയാളെ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കുകയോ അയാൾക്ക് ആത്മഹത്യക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതോ
അയാൾ ഈ വകുപ്പ് പ്രകാരം, ഏത് വകുപ്പ്, 107 വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. അതായത് കുട്ടികളെയോ മറ്റാളുകളെയോ, സാധാരണ അല്ലാത്ത മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നോക്കിക്കേ. 107 വകുപ്പ് പ്രകാരം ഒന്നെങ്കിൽ വധശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ 10 വർഷത്തിൽ കവിയാത്ത തടവ് ശിക്ഷയോ കൂടാതെ പിഴയോ ലഭിക്കും. വധശിക്ഷ, ജീവപര്യന്തം, 10 വർഷം, ആ രീതിയിലാണ് ഇതിൻ്റെ ശിക്ഷ വരുന്നതെന്നുള്ള കാര്യവും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ അതാണ് പ്രേരണ, കുട്ടികളെയോ മറ്റ് മാനസിക ബുദ്ധിമുട്ടുള്ളവരെയോ സൂയിസൈഡിന് പ്രേരിപ്പിച്ചാലുള്ള ശിക്ഷയെന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് 108. അതെന്താണ്? ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരണ നൽകുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. 107 കുട്ടികളും മറ്റ് മാനസിക പ്രശ്നമുള്ളവരെയാണ്, മൈനറായിട്ട് ഉള്ള ആളുകളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് മേജറായിട്ട് സാധാരണ മനുഷ്യരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചാൽ 10 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും, സെക്ഷൻ 108 പ്രകാരം. ഓക്കെ, അതും ക്ലിയർ ആയല്ലോ. 107 108 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ടും ആത്മഹത്യാ പ്രേരണയാണ്. 107 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രേവാണ്. കാരണം കുട്ടികളെയും മാനസിക പ്രശ്നമുള്ളവരെയൊക്കെയാണ് നമ്മൾ സൂയിസൈഡിന് പ്രേരിപ്പിക്കുന്നത്. 108 പറയുമ്പോഴത്തേന് ഒരു പ്രശ്നമില്ലാതെ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ ശിക്ഷ കുറവാണ്. ഇനി അടുത്തത് 109 എന്താണ്? അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുക, 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് ലഭിക്കുന്നത്. അപ്പം കൊലപാതക ശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരാളെ കൊല്ലാൻ നോക്കുന്നു, അയാൾ ചാകുന്നില്ല, ചത്തില്ലെങ്കിൽ കൊലപാതകം ആകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചാകാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ്. ഇപ്പം നമ്മൾ കുത്തിന്ന് എഴുതി അയാൾ ചത്ത, കൊലപാതകം ഒന്നെങ്കിൽ കുറ്റകരമായ നരഹത്യോ കൊലപാതകമായി മാറും. അയാൾ മരിക്കാത്ത പക്ഷം ഇത് രണ്ടും ആകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്ന് പറഞ്ഞ് ഈ കുത്തിയാളെ അയാൾ ചത്തില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാൾക്ക് ശിക്ഷ കൊടുക്കണം, അത്യാവശ്യം നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അപ്പം 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊലപാതക ശ്രമത്തിനിടയിൽ ഏതെങ്കിലും വ്യക്തിക്ക് ദേഹോപദ്രവം ഉണ്ടാകുകയാണെങ്കിൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷത്തോളം ആകാവുന്ന തടവോ പിഴയോ ലഭിക്കും. അപ്പം ഓർക്കുക, ഈ ഒരു 2 എക്സാമ്പിളൂടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 109 സെക്ഷൻ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് മറ്റേതൊന്ന് വിട്ടിരിക്കുക. 109 അതായത് ഒരാളെ കൊലപാതകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുമ്പം ചിലപ്പോൾ ഒരു നമ്മളൊരാളെ കുത്തിക്കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ആ കുത്ത് കിട്ടാതെ അയാളെ തടഞ്ഞിരിക്കാം, ചിലപ്പം കുത്ത് കിട്ടാം. അങ്ങനെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മരിക്കുന്നില്ല, ഒന്നെങ്കിൽ കുത്ത് കിട്ടാം, അല്ലെങ്കിൽ എന്ത് പറ്റാം, കുത്ത് തടയാം, ദേഹത്ത് പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ തടയാം. അപ്പോൾ അത് രണ്ടും കൊലപാതക ശ്രമമാണ്. അപ്പോൾ അതിന് 2 രീതിയിലാണ് ശിക്ഷ വരുന്നത്. അയാൾക്ക് പരിക്കൊന്നും പറ്റിയില്ലെങ്കിലാണ് ഈ പറഞ്ഞ ശിക്ഷ, 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. ഇപ്പോൾ അതുമൂലം എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദേഹോപദ്രവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇനി ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജീവപര്യന്തം തടവിലിരിക്കുന്ന, ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാഭാവിക കാലത്തേക്ക് എന്ന അർത്ഥത്തിൽ വരുന്ന ജീവപര്യന്തോ ലഭിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞ സെക്ഷൻ 109 ആണ്. 109 എന്താണ്? മർഡർ അറ്റംപ്റ്റ്. 109 മർഡർ അറ്റംപ്റ്റ് അല്ലെങ്കിൽ കൊലപാതക ശ്രമം. അപ്പം അത് 2 രീതി വരാം. ഒന്നെങ്കിൽ കൊലപാതക ശ്രമത്തിന് ചെയ്യുമ്പോൾ നമുക്ക് പരിക്കില്ലാതെ ഉള്ള കൊലപാതക ശ്രമം, അതിന് ശിക്ഷ 10 വർഷം. ഇനി അതുകൊണ്ട് പരിക്കുണ്ടായി കഴിഞ്ഞാൽ ജീവപര്യന്തം. ഇനി വധശിക്ഷ, നമ്മുടെ ജീവപര്യന്തം തടവിലിരിക്കുന്ന ഒരു പുള്ളിയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ട് ദേഹോപദ്രവം ഏൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവിതകാലത്തേക്ക് ശേഷിക്കുന്ന എന്നർത്ഥം വരുന്ന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. നമ്മുടെ ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു കൈക്കുഞ്ഞ്, ചെറിയൊരു കൊച്ച്, അതിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ ആരും കാണാതെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പോകുന്നു. മനസ്സിലായില്ലേ? ഒരു ചെറിയ കൊച്ച് അതിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പോകുന്നു. പക്ഷേ ഇട്ടിട്ട് പോയെങ്കിലും വേറൊരാൾ കാണുകയും ഈ കൊച്ചിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ആ കൊച്ച് അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ നരഹത്യോ കൊലപാതകമോ ആയേനെ. പക്ഷേ അത് മരിക്കുന്നില്ല, അതിനെ രക്ഷിക്കുന്നു. പക്ഷേ മറ്റേയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? കൊല്ലണമെന്നായിരുന്നു. അപ്പോൾ ഈ പ്രകാരം നമ്മുടെ ഈ പറഞ്ഞ കൊലപാതക ശ്രമം എന്ന സെക്ഷൻ പ്രകാരം പുള്ളി ശിക്ഷിക്കപ്പെടുന്നതാണ്.
ഇനി രണ്ടാമതായിട്ട് ഇപ്പോൾ ആ കൊച്ച് അവിടെ കിടന്നുകൊണ്ട് ആ കൊച്ചിന് പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വകുപ്പ് പ്രകാരവും ഇതിനെന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വകുപ്പ് പ്രകാരവും ശിക്ഷ ലഭിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഓർക്കുക, ഇപ്പോൾ ഒരാളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു, വിഷം കൊടുത്താണ് കൊല്ലുന്നതെന്ന് ഓർക്കുക. അപ്പം വിഷം കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ബിരിയാണി മേടിക്കുന്നു, ബിരിയാണിയിലോട്ട് വിഷം കലക്കുന്നു, അത് നമ്മുടെ കയ്യിലിരിക്കുന്നു, പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇയാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇത് മേടിച്ച് കൈ വെച്ചു, പക്ഷേ നമ്മളത് കൊടുക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും കൊലപാതക ശ്രമമാകുന്നില്ല. ഒന്നെങ്കിൽ ഇയാളുടെ കൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇയാളുടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ ഇയാൾ കഴിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും കഴിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കുക, ഇയാളുടെ ബാഗിലോട്ട് ഇയാൾ അറിയാതെ വെക്കുക. അങ്ങനെ ഇയാൾ കഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ അത് ഈ പറഞ്ഞ കൊലപാതക ശ്രമം ആകത്തുള്ളൂ. വിഷം മേടിച്ച് നമ്മുടെ കൈ വെക്കുകയോ ഭക്ഷണത്തിൽ കലർത്തി നമ്മുടെ കൈ വെക്കുകയോ ചെയ്താൽ അത് കൊലപാതകത്തില്ല. എപ്പോഴാണോ അയാൾ കഴിക്കണമെന്നില്ല, കഴിക്കാനായിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ അയാളുടെ മേശയെ വെക്കുകയോ ബാഗിൽ വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ സെക്ഷനകത്ത് വരുന്നത്. നമ്മുടെ കയ്യിൽ വെച്ചാൽ അത് ഈ സെക്ഷൻ പ്രകാരം വരത്തില്ലെന്നുള്ളൊരു കാര്യം ഓർക്കുക. അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത് സെക്ഷൻ 119 കുറ്റകരമായ നരഹത്യ ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. കുറ്റകരമായ നരഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. നമ്മൾ നേരത്തെ പഠിച്ചത് കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയാണ്. ഇവിടെ കുറ്റകരമായ നരഹത്യ ചെയ്താൻ ശ്രമിച്ചാലുള്ള ശിക്ഷയാണ്. അതായത് നമ്മൾ ആ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ അത് കുറ്റകരമായ നരഹത്യയായി മാറും. മറ്റേത് ആ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ എന്തായി മാറും? കൊലപാതകമായി മാറും. അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ അത് കൊലപാതകത്തിനുള്ള ശ്രമമായി മാറും. ഇങ്ങനെ ഇവിടെ പറഞ്ഞ പോലെ കൾപ്പബിൾ ഹോമിസൈഡ് ആകുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ എന്താകും? അത് കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമമായിട്ട് മാറും. അങ്ങനെ ചെയ്തിട്ട് പരിക്കൊന്നുമില്ലെങ്കിൽ 3 വർഷത്തോളമാകാവുന്ന തടവ് ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. കൾപ്പബിൾ ഹോമിസൈഡിനുള്ള ശ്രമം നടത്തിയിട്ട് പരിക്കൊന്നും അയാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്കുണ്ടെങ്കിൽ അത്തരം പ്രവൃത്തി മൂലം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദേഹോപദ്രവം ഉണ്ടാകുകയാണെങ്കിൽ 7 വർഷത്തോളം ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. എന്ന് പറയുന്നയാൾ ഇസഡ് എന്നയാളെ അബദ്ധത്തിൽ വെടിവെക്കുന്നു. അബദ്ധത്തിൽ വെടിവെച്ചിട്ട് അയാൾ മരിച്ചിരുന്നെങ്കിൽ അതെന്താകുമായിരുന്നു? കുറ്റകരമായ നരഹത്യയായി മാറുമായിരുന്നു. വെടിവെച്ചു, പക്ഷേ അയാൾ മരിച്ചിട്ടില്ല. അയാളുടെ കാലിലാണ് വെടികൊണ്ടത്. അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതെന്താവും? കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമമായിട്ട് മാറും. ഇത് പ്രകാരമുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് 111. വളരെ വലിയൊരു സെക്ഷനാണ് കേട്ടോ 111. നേരത്തെ ഇല്ലായിരുന്നു, IPCയിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടില്ലായിരുന്നു. ഇതിന് ഉണ്ട്. BNS 111 ഓർഗനൈസ്ഡ് ക്രൈം. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സെക്ഷനാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ മറ്റ് കേസുകളിലൊന്നും ഒത്തിരി പൊതുവെ കാണാത്ത ഒരു ഇതായതുകൊണ്ട് നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കുറച്ചേറെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടമോ ഒരു സംഘടിത കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലോ ആക്രമ ഭീഷണി, ഭയപ്പെടുത്തൽ, ബലപ്രയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമവിരുദ്ധ മാർഗങ്ങൾ എന്നിവ പ്രയോഗിച്ച് സാമ്പത്തിക ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം സംഘടിത കുറ്റകൃത്യം എന്നതിൽപ്പെടുന്നു. അതായത് കുറേ ആളുകൾ കൂടി ചേർന്നിട്ട് അവരൊരു ടീം ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഏതൊക്കെയാണ്? ഭയപ്പെടുത്തി, ബലപ്രയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമവിരുദ്ധ മാർഗങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ എന്താണ്? സംഘടിത ക്രൈം, കുറ്റകൃത്യം, സംഘടിതമായിട്ടുള്ളൊരു കുറ്റകൃത്യം. കുറേ ആളുകൾ ചേർന്നിട്ട് ഇപ്പം കുറേ ഗുണ്ടാ സംഘങ്ങളെ അതേപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവർ സിൻഡിക്കേറ്റിൻ്റെ പേരിലായിട്ട് പിരിവുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. ഇപ്പോൾ നമ്മൾ കിരീട സിനിമ എടുത്തു കഴിഞ്ഞാൽ കീരിക്കാടൻ ജോസ് ഉണ്ട്. കീരിക്കാടൻ ജോസിൻ്റെ കീഴിൽ കുറേ ആൾക്കാരുണ്ടാവും. അവർ കീരിക്കോടൻ ജോസിൻ്റെ അവരൊരു സിൻഡിക്കേറ്റായിട്ട് കീരിക്കോടൻ ജോസിൻ്റെ പേരിൽ പിരിവ് നടത്തുന്നു. അതേപോലെ തന്നെ മോഹൻലാൽ, സേതുമാധവൻ എന്ന
എന്നൊരു കഥാപാത്രം, അതിൻ്റെ കീഴിൽ കുറേ ആളുകൾ വരുന്നുണ്ട്, നമ്മുടെ കൊച്ചിൻ ഹനീഫയൊക്കെ ഉൾപ്പെടെ. അവർ പുള്ളീനെ കാണിച്ചിട്ട് സാമ്പത്തികമായിട്ട് ഓരോരുത്തരെ പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. കൂട്ടം കൂടിയിട്ട് ഒരാളുടെ ഒരു സംഘത്തിൻ്റെ പേരിൽ നടത്തുന്നത്. അവരെന്തൊക്കെ ചെയ്യണം? സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അത് ആൾമോഷണം, അതായത് തട്ടിക്കൊണ്ട് പോകൽ, കവർച്ച, വാഹനമോഷണം, ഭയപ്പെടുത്തിയുള്ള അപഹരണം, ഭൂമി തട്ടിയെടുക്കൽ, കരാർ കൊലപാതകങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യം, സൈബർ കുറ്റകൃത്യം, ആൾവാണിഭം, മയക്കുമരുന്ന്, ആയുധങ്ങളോ അനധികൃത വസ്തുക്കളോ സേവനങ്ങളോ അല്ലെങ്കിൽ വേശ്യാവൃത്തിക്കോ മോചനദ്രവ്യത്തിനോ വേണ്ടിയുള്ള ആൾവാണിഭം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഓർഗനൈസ്ഡ് ക്രൈമിൽ വരുന്നത്. ഇതെല്ലാം വലിയ വലിയ ക്രൈമുകളാണ്. ഒന്നുകൂടെ വായിക്കാം, ഓർത്തിരിക്കുക. ആൾമോഷണം, കവർച്ച, വാഹനമോഷണം, ഭയപ്പെടുത്തിയുള്ള അപഹരണം, ഭൂമി തട്ടിയെടുക്കൽ, കരാർ കൊലപാതകങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ആൾവാണിഭം, മയക്കുമരുന്ന്, ആയുധങ്ങളോ അനധികൃത വസ്തുക്കളോ സേവനങ്ങളോ വേശ്യാവൃത്തികളോ മോചനദ്രവ്യത്തിനോ വേണ്ടിയിട്ടുള്ള ആൾവാണിഭമൊക്കെ. അപ്പോൾ നമുക്കിപ്പം സംഘടിത സിൻഡിക്കേറ്റ് എന്താണെന്ന്, സിൻഡിക്കേറ്റ് നമ്മളപ്പുറമേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ടേമുകളുടെ അർത്ഥം എന്താണ്? സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു. എന്താണ് സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ സേതുമാധവൻ അതുപോലെയുള്ളൊരു സംഘം, ഒരു സിൻഡിക്കേറ്റിൻ്റെയോ സംഘത്തിൻ്റെയോ ആയി തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ കൂട്ടം. അപ്പോൾ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ കാണും എന്നുള്ള കാര്യം ഇവിടെ മെയിനായിട്ട് ഓർത്തിരിക്കുക. രണ്ടോ അതിലധികമോ വ്യക്തികൾ കാണും. രണ്ടോ അതിലധികമോ വ്യക്തികൾ, ഒരു സിൻഡിക്കേറ്റിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ കാണും. അവർ തുടർച്ചയായിട്ട് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് നമ്മൾ മേളിൽ പറഞ്ഞു. അതെന്താണ് തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനം? ഏതെങ്കിലും വ്യക്തിയാൽ ഒറ്റയ്ക്കോ കൂട്ടമായോ ഒരു സിൻഡിക്കേറ്റിൻ്റെ അംഗം എന്ന നിലയിലോ പേരിലോ അത്തരം സിൻഡിക്കേറ്റിൻ്റെ പേരിലോ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്നതായ കുറ്റകൃത്യം ചെയ്തതിന് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒരു കോടതി മുമ്പാകെ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതും കോടതി നടപടിയെടുത്തതുമായ കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം എന്നറിയപ്പെടുന്നു. അതായത് ഒരു സംഘം ഉണ്ടല്ലോ, നമുക്കിവിടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിന് ഉള്ള ആളുകൾ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്, മോശമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെയാണ്. അങ്ങനെ അതിൽ രണ്ടോ അതിൽ കൂടുതലോ ഒന്നോ അതിലധികമോ, രണ്ടല്ല ഒന്നോ അതിലധികമോ കുറ്റപത്രങ്ങളൊക്കെ കോടതി ചെന്നിട്ടുണ്ട്. ഇവരിങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ഇത്ര ശിക്ഷിക്കേണ്ട കുറ്റങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നോ അതിൽ കൂടുതലോ തവണയൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതെന്താവുന്നത്? തുടർച്ചയായിട്ടുള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ഇതിൽ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക കുറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക കുറ്റം എന്തൊക്കെയാണ്? കുറ്റകരമായ വിശ്വാസലംഘനമാകാം, വ്യാജ നിർമ്മാണമാകാം, കറൻസി നോട്ട്, ബാങ്ക് നോട്ട്, സർക്കാർ നോട്ടുകൾ എന്നിവയുടെ വ്യാജ നിർമ്മാണം, ഹവാല ഇടപാട്, വൻതോതിലുള്ള വിപണന തട്ടിപ്പ്, നിരവധി ആളുകളെ വഞ്ചിക്കാൻ ഏതെങ്കിലും പദ്ധതികൾ നടത്തുക, ഏതെങ്കിലും ബാങ്കിൻ്റെയോ ധനകാര്യ സ്ഥാപനത്തിൻ്റെയോ മറ്റ് സ്ഥാപനത്തിൻ്റെയോ സംഘടനയോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വഞ്ചിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പത്തിക കുറ്റകൃത്യം എന്നതിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഇപ്പം സംഘടിത കലാപം സംഘടിത കുറ്റകൃത്യം എന്താണെന്ന് പഠിച്ചാൽ മതി. രണ്ടോ അതിലോ ആളുകളോ ചേർന്ന് സിൻഡിക്കേറ്റ് രൂപീകരിക്കുന്നു. ആ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അത് സംഘടിത കുറ്റകൃത്യമായിട്ട് മാറും. അതിന് ശിക്ഷ പല രീതിയിലാണ് വരുന്നത്. 11(2) ആദ്യമായിട്ട് സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഫലമായി ഏതെങ്കിലും വ്യക്തിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ, സംഘടിത കുറ്റകൃത്യത്തിൻ്റെ ഫലമായിട്ട് മരണം സംഭവിക്കുകയാണെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും, ഒന്നെങ്കിൽ ജീവപര്യന്തം ലഭിക്കും അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കും. ജീവപര്യത്തിൻ്റെ ഒപ്പം എന്ത് ലഭിക്കും? 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൂടെ 10 ലക്ഷം രൂപ പിഴയും. മരണമല്ലാത്ത മറ്റെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. വേറെ മരണമല്ലാതെ ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് സംഘടിത കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മരണം സംഭവിച്ചാൽ ഈ വധശിക്ഷ ലഭിക്കും. മരണമല്ല സംഭവിക്കുന്നതെങ്കിൽ വേറെ മരണമല്ലാത്ത അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തോളം ആകാവുന്നതായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്നുള്ളത് ഓർക്കുക. ഇനി 111(3) എന്താണ് പറയുന്നത്? ഒരു സംഘടിത കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവ്വം സൗകര്യമൊരുക്കുകയോ തയ്യാറെടുക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം
ശിക്ഷിക്കപ്പെടും. ഇതിനകത്ത് ഈ ഒരു സംഘടിത സംഘത്തിനകത്ത് ഏതെങ്കിലും കുറ്റകൃത്യമൊക്കെ നടത്താനായിട്ട് ഗൂഢാലോചന നടത്തുക, ബോധപൂർവ്വം സൗകര്യങ്ങൾ ഒരുക്കുക, തയ്യാറെടുക്കുക, അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ലഭിക്കുന്ന ശിക്ഷയാണ് 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. 5 വർഷത്തിൽ കുറയാത്തതും ജീവിതപര്യന്തം വരെ ആകാവുന്നതുമായ തടവ്, പിന്നെ 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. ഇനി അടുത്തത് 111(4) പറയുന്നത് ഒരു സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റിൻ അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ഇനി സംഘത്തിലുള്ള ഏതെങ്കിലും ഒരാൾ സംഘത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഘത്തിലുള്ള ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. 5 വർഷത്തിൽ കുറയാത്തതും നേരത്തെ പറഞ്ഞ ശിക്ഷ തന്നെ. 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ 115(5) ഒരു സംഘടിത കുറ്റകൃത്യം നടത്തിയ ഒരു വ്യക്തി ബോധപൂർവം ഒളിച്ചു വെക്കുകയോ അയാൾക്ക് അഭയം നൽകുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. അതായത് ഈ സംഘടിത കുറ്റകൃത്യമായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ ബന്ധമുള്ള ഒരാളെ അഭയം നൽകുക, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുക, സഹായം നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഒളിച്ചിരിക്കാനൊക്കെ സഹായം നൽകിയാൽ 111(5) പ്രകാരം ശിക്ഷിക്കപ്പെടും. എന്താണ് ലഭിക്കുന്ന ശിക്ഷ? 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. പിന്നെ വേറൊരു കാര്യം ഓർക്കുക, ഇത്തരത്തിലൊരു അഭയം നൽകുന്നത്, ഈ ഇത്തരത്തിലുള്ളൊരു കുറ്റവാളിക്ക് ഒളിച്ചു വയ്ക്കുന്നതോ അഭയം നൽകുന്നതോ കുറ്റവാളിയുടെ പങ്കാളിയാണെങ്കിൽ ഈ വകുപ്പ് ബാധകമല്ല. പങ്കാളിയല്ലാത്ത മറ്റാളുകൾക്കാണ് ഈ ശിക്ഷ ലഭിക്കുന്നത്. പങ്കാളിയെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കുക. ഒരു സംഘടിത കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച വസ്തു കൈവശം വെച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ് 111(6) പറയുന്നത്. ഒരു സംഘടിത കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച വസ്തു കൈവശം വെച്ചാൽ എന്നാ ശിക്ഷ ലഭിക്കും? 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 2 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. മിനിമം 3 വർഷത്തിൽ ശിക്ഷ ലഭിക്കും. 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ അത് പോകാം. പിന്നെ 2 ലക്ഷം രൂപ പിഴയുണ്ട്. ഇനി 117(7) എന്താണ് പറയുന്നത്? ഒരു സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റിൻ്റെ അംഗത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാൾ തൃപ്തികരമായ കണക്ക് ബോധിപ്പിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വസ്തു ഏതെങ്കിലും ഒരു സമയത്ത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി പറയുന്നു. അവിടെ പറയുന്ന വസ്തു നമുക്ക് കണക്കിലോ അല്ലെങ്കിൽ കാര്യത്തിലോ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് തൃപ്തികരമായ കണക്ക് ബോധിപ്പിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വസ്തുവാണ്. അതായത് സംഘടിത കുറ്റകൃത്യത്തിലൂടെ ലഭിച്ചതാണ്. അങ്ങനെ ഒരു അംഗത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ അങ്ങനെ ഒരു ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ലക്ഷം രൂപ പിഴയുമുണ്ട്. 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ്. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ സംഘടിത കുറ്റകൃത്യമായിട്ട് പറയുന്നത്. സംഘടിത കുറ്റകൃത്യം ചെയ്താലുള്ള ശിക്ഷ. അപ്പം ആ സബ്സെക്ഷൻ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിറ്റ് കളയുക, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക, അതൊക്കെ ചോദിക്കാം. ഇനി അടുത്തത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് വലിയ ഓർഗനൈസ് ചെയ്തുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് അത്രയും ഒഫൻസ് അല്ലാത്ത ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണ് വകുപ്പ് 112, സെക്ഷൻ 112 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കൂട്ടത്തിലോ സംഘത്തിലോ അംഗമായിരിക്കുമ്പോൾ ഒറ്റയ്ക്കോ കൂട്ടായോ താഴെ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായി പറയുന്നു. ഇപ്പോൾ സിൻഡിക്കേറ്റ് പോലെ ചെറിയ അവർ നേരത്തെ പറഞ്ഞു നമ്മൾ ആൾമോഷണം അതേപോലെയുള്ള വലിയ കുറ്റങ്ങൾ ചെയ്യുമ്പോഴത്തേന് അതെന്താണ് സംഘടിത കുറ്റകൃത്യം. ചെറിയ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് പെറ്റി അല്ലെങ്കിൽ ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നു. അപ്പോൾ അതിന് പറയുന്ന പ്രവൃത്തി ഏതൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? മോഷണം, പിടിച്ചുപറി, ചതിക്കൽ, ടിക്കറ്റ് അനധികൃതമായി വിൽക്കൽ, അനധികൃത വാതുവെപ്പ്, ചൂതാട്ടം, പൊതുപരീക്ഷാ പേപ്പറുകൾ വിൽക്കൽ അല്ലെങ്കിൽ സമാനമായ മറ്റ് കുറ്റകൃത്യങ്ങൾ. ചെറിയ കുറ്റകൃത്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മോഷണം എന്ന് പറയുന്നുണ്ട്. മോഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാക്കാം? ട്രിക്ക് മോഷണം, വാഹനം, വാസസ്ഥലം, ബിസിനസ് പരിസരം ഇവയിൽ നിന്നുള്ള മോഷണം. വാഹന മോഷണമല്ല, വാഹന മോഷണം അപ്പുറയാണ് വരുന്നത്. ഇത് വാഹനത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനങ്ങളൊക്കെ മോഷിക്കുന്നതാണ്. വാഹന മോഷണം, വാസസ്ഥലം, ബിസിനസ് പരിസരം എന്നിവയിൽ നിന്നുള്ള മോഷണം. ആ സാധനങ്ങളല്ല മോഷ്ടിക്കുന്നത്, അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക. വാഹന മോഷണമൊക്കെ വലിയ ഒഫൻസാണ്, അത് അപ്പുറേ പോകും.
ഇനി അടുത്തത് ചരക്ക് മോഷണം, പോക്കറ്റ് അടി, കാർഡ് സ്വൈപ്പിംഗ് വഴിയുള്ള മോഷണം, കടയിൽ നിന്നുള്ള മോഷണം, ATM മോഷണം. അതായത് ട്രിക്ക് ഇതിനകത്ത് ബാക്കിയെല്ലാം മനസ്സിലായി കാണും. ഈ ട്രിക്ക് മോഷണം എന്താണെന്നായിരിക്കും മനസ്സിലാകാതെ. ട്രിക്ക് മോഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഷ്ടിക്കപ്പെടുന്ന ആൾക്ക് പോലും അത് മനസ്സിലാകത്തില്ല തന്നെ മോഷ്ടിച്ചെന്നുള്ള കാര്യം. അപ്പോൾ അതേപോലെ വഞ്ചനാപരമായിട്ട് മോഷ്ടിക്കുന്നതിനെയാണ് ട്രിക്ക് മോഷണം എന്ന് പറയുന്നത്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനായിട്ട് വരും, ആ വ്യാജേന നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകും. നമ്മളെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ട് അടിച്ചുകൊണ്ട് പോകും. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വയസ്സായ വ്യക്തി. അപ്പോൾ അയാളെ സഹായിക്കാനായിട്ട് വരുന്നു. ഇത്ര പൈസയുണ്ട് എന്ന് എണ്ണിയതിന് ശേഷം അതിനകത്ത് ഒരു നോട്ടെടുത്ത് കൈ വെക്കുന്നു. അപ്പോൾ അയാൾ അറിയുന്ന പോലുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ട്രിക്ക് മോഷണം എന്ന് പറയുന്നത്, ട്രിക്കിലൂടെയുള്ള മോഷണം. ഇനി അടുത്തത് 111(2) എന്താണ് പറയുന്നത്? ചെറിയ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയാണ് അതിന് ശിക്ഷ ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഇത്ര സെക്ഷൻ കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. കൺഫ്യൂഷനായിട്ടുള്ള സെക്ഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ലാഗാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ടെററിസ്റ്റ് ആക്ട് പോലെയുള്ള ബാക്കി ഇതിനകത്ത് വരുന്ന പോർഷനൂടെ നോക്കി 1-2 ക്ലാസ് കൊണ്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.